വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോനാഥനും ശിമെയോനും ബക്കിദേസിനെതിരെ യുദ്ധം ചെയ്ത് അവനെ കീഴ്പ്പെടുത്തി. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജോനാഥനെ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ ശപഥം ചെയ്തു. അങ്ങനെ ഇസ്രായേലിൽ യുദ്ധത്തിന് അറുതി വന്നു. ജോനാഥൻ ജനത്തെ ഭരിച്ചു തുടങ്ങി. ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അധർമ്മികളെയെല്ലാം അവൻ നശിപ്പിച്ചു. ദെമത്രിയോസ് രാജാവ് ജോനാഥന് ഹൃദയപൂർവ്വമായ ഒരു കത്തയച്ചു. തൻ്റെ സഖ്യകക്ഷിയാകാനും ദെമത്രിയോസ് ജോനാഥന് അധികാരം നൽകി. കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്നവരെ വിട്ടുകൊടുക്കാൻ ദെമത്രിയോസ് ആജ്ഞാപിച്ചു. ജോനാഥൻ ജെറുസലേമിലെത്തി. സകല ജനങ്ങളും കോട്ടയിലെ ആളുകളും കേൾക്കെ ദെമത്രിയോസിൻ്റെ കത്ത് വായിച്ചു. ജോനാഥൻ ജെറുസലേമിൽ താമസിച്ചുകൊണ്ട് നഗരത്തിൻ്റെ പണിയും പുനരുദ്ധാരണവും ആരംഭിച്ചു. മതിലുകൾ പണിയാനും സിയോൻ മലയ്ക്ക് ചുറ്റും ചതുരക്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ ബലവത്താക്കാനും അവൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി. ബക്കീദേസ് നിർമ്മിച്ച കോട്ടകളിലുണ്ടായിരുന്ന വിദേശീയർ പലായനം ചെയ്തു. ദെമത്രിയോസ് ജോനാഥന് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു. ജോനാഥനും സഹോദരന്മാരും കൂടി നടത്തിയ യുദ്ധങ്ങളെയും ചെയ്ത ധീരകൃത്യങ്ങളെയും സഹിച്ച കഷ്ടപ്പാടുകളെയും കുറിച്ച് അവൻ ജനങ്ങളിൽ നിന്നറിഞ്ഞു. അവനെ മിത്രമാക്കി അവനുമായി സഖ്യം ചെയ്തു. ജോനാഥന് ജനത്തിൻ്റെ പ്രധാന പുരോഹിതനായി നിയമിച്ചു. അലക്സാണ്ടർ രാജാവ് അവനൊരു ചുവന്ന മേലങ്കിയും സ്വർണ്ണ കിരീടവും അയച്ചു കൊടുത്തു. കൂടാര തിരുനാളിൽ ജോനാഥൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു. അവൻ സൈന്യശേഖരം നടത്തി വൻതോതിൽ ആയുധവും സജ്ജീകരിച്ചു. അലക്സാണ്ടർ രാജാവ് ജോനാഥനുമായി സഖ്യം ചെയ്തതും അവനെ അവരുടെ പ്രധാന പുരോഹിതനാക്കിയതും അറിഞ്ഞ ദെമത്രിയോസ് രാജാവ് ദുഃഖിതനായി. അവൻ ജോനാഥനുമായി സഖ്യം സ്ഥാപിക്കാനും യൂദാവംശജർക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ നൽകിയതിനു പുറമെ ജെറുസലേമിലെ കോട്ടയിന്മേൽ തനിക്കുള്ള നിയന്ത്രണാധികാരം ഉപേക്ഷിച്ച് അത് പ്രധാന പുരോഹിതനായ ജോനാഥന് വിട്ടുകൊടുക്കാമെന്നും ഉറപ്പു നൽകി. ജോനാഥനും ജനങ്ങളും ഈ വാക്കുകൾ കേട്ടപ്പോൾ അത് സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. കാരണം ദെമത്രിയോസ് ഇസ്രായേലിൽ മഹാപാതകങ്ങൾ പ്രവർത്തിച്ചതും അവൻ കഠിനമായി അവരെ പീഡിപ്പിച്ചതും അവർ ഓർത്തു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.